ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളെ ജയ്പൂരാണുള്ളത്. ഇവിടുന്ന് നേരെ ഇനി അജ്മീർക്കാ പോണേ. ഹായ് അജ്മീർ. ഓ, അപ്പോൾ അജ്മീർക്ക് ദർഗൻ്റെ അടുത്തേക്കുള്ള യാത്രയിലാണ്. ഒരു ഓട്ടോ വിളിച്ചിട്ട് കുറച്ച് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. എന്താണ് അവസ്ഥ അറിയില്ല. ഒരു ഗല്ലിൻ്റെ ഉള്ളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദർഗൻ്റെ ഏതോ ഒരു ഗല്ലിയാണ്. ഇതാ ഗല്ലി എന്നൊന്നും ചോദിക്കരുത് നമ്മളോട്. പാണ്ടിണ്ട്, ആദുണ്ട്, സിറാജുണ്ട്. സിറാജ് പൈസ കൊടുക്കുകയാണ്. ഒരു 50 റുപ്യ കച്ചവടമാക്കിയാണ്. ഒരുപാട് കച്ചവടക്കാരുണ്ട്. സ്വീറ്റ്സ് വിൽക്കുന്നവര്, പാത്രങ്ങള്, ചെരുപ്പ്, മോതിരത്തിലെ കല്ല് വിൽക്കുന്ന ആൾക്കാർ, ഗോലി സോഡ നല്ല തണുത്ത ഗോലി സോഡ വിൽക്കും. പിന്നെ വൃത്തി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. ഇതാ കണ്ടോളി, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണ് അജ്മീർ. स्वीट ये क्या नाम है? सोन हलवा. हाँ, इधर का स्पेशल है ना? ഇവിടെ സ്പെഷ്യലാണ്. പക്ഷേ ഈച്ച കീമലുണ്ട്. വേണ്ടിയവരൊക്കെ വന്ന് കഴിക്കാം. ചെറുങ്ങനെ ഈച്ചയൊക്കെ ഒന്ന് വന്ന് നിന്നുങ്ങാണ്ട് അങ്ങ് പോയി കഴിയും. തിന്നുന്നില്ല. അതിലേക്ക് ഈച്ച അങ്ങനെ നിൽക്കുക ചെയ്യും. ഇവിടെ പാവുണ്ട്. ഇവനൊക്കെ നിലത്ത് കൂടെ ഉണ്ട്. ഒരുള്ളലോട് ഉരുളല്. ഏതാ ലെവല്. ദർഗന്റെ എൻട്രൻസ് ആണ് അജ്മീർ ദർഗന്റെ. ഒരുപാട് ജനങ്ങളുണ്ട്. പിന്നെ പോക്കറ്റ് അടിച്ചു പോകും, ശ്രദ്ധിക്കുക. ഇടയ്ക്ക് കീശയിലൊക്കെ ഒന്ന് കൈയിട്ട് വെക്കുക. സാധനം ഉണ്ടോ ഇല്ല എന്ന് നോക്കാം. ഇവിടെയൊക്കെ മാർബിൾ ഇട്ട് കുറച്ചൊന്ന് തട്ടി തുടച്ച് വൃത്തിയാക്കിയതിന്. പക്ഷെ എന്നാലും അങ്ങനെ പോവാം. കയറുമ്പോൾ തന്നെ ഫ്ലവർ ഉണ്ട്, പൂക്കൾ നിറച്ച കൊട്ട. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക. ഫസ്റ്റ് നമ്മൾ എൻക്വയറി ഓഫീസ് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദർഗന്റെ ഉൾവശത്ത് കുറെയൊക്കെ നീറ്റാട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയൊക്കെ ചെയ്യുന്നുണ്ട്. പുറംഭാഗം നോക്കേണ്ടിയില്ല, ഒരു രക്ഷയില്ല, പിടുത്തം വിട്ടില്ല. പിന്നെ ഈ കാണുന്ന കേട്ടോ അജ്മീറിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ചെമ്പ്, അജ്മീർ ചെമ്പ് എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ചെമ്പാണ് ഇത്. സിയാറത്തിന് വന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പക്ഷേ ക്ലീനിങ് കുറവാല്ലേ? ഒരു ചെമ്പ് അവിടെ കിടക്കുന്നത്, ചെറിയൊരു ചെമ്പ് ഇവിടെ ഉണ്ട്. ഇതിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ ദർഗയിലൊക്കെ ഒന്ന് കയറി വരട്ടെ. അതായത് ദർഗൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഫുള്ള് പൂക്കൊട്ട തല വെച്ച് കുറേ ആൾക്കാരെ കാണാൻ കഴിയും നമ്മൾ ഇതിൽ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് നേരെ കൊണ്ടുപോയിട്ട് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ദർഗൻ്റെ മുകളിൽ ചെയ്യാം. പിന്നെ പൈസ എങ്ങനെ കിട്ടുമോ അതൊക്കെ ഒരു വാങ്ങിയെടുക്കുകയും ചെയ്യും. ഇവിടെ ഒരു സംഭവമാണ്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.